കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ വി ഡി സതീശൻ്റെ ബഡ്ജറ്റിനെ കുറിച്ച് ഒരു എത്തിനോട്ടം എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഇത് ആ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചതിന് ശേഷം അതിൻ്റെ ഡോക്യുമെൻറ്റുകൾ നമ്മളൊന്ന് ഓടിച്ചു നോക്കിയതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വിശകലനം മാത്രമാണ്. വളരെ വിശദമായിട്ടുള്ള ഒരു വിശകലനവുമായി ഞാൻ വരുമെന്ന് പറഞ്ഞിരുന്നു. ഇത് പറയുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞോട്ടെ നിങ്ങളോട്, നമ്മുടെ ഒരു വേറൊരു ചാനൽ കൂടിയുണ്ട്, BCC വിത്ത് രതീഷ് ചക്രപാണി എന്നുള്ളത്. അതിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് പൊതുബോധത്തിനുമപ്പുറം രതീഷ് ചക്രപാണിയോടൊപ്പം എന്നാണ്, ബിയോണ്ട് കോമൺ കോൺഷ്യസ്നസ് വിത്ത് രതീഷ് ചക്രപാണിയോടൊപ്പം എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പോഡ്കാസ്റ്റ് ഈ വരുന്ന ട്യൂസ്ഡേ അല്ലെങ്കിൽ വെനസ്ഡേ പുറത്തേക്ക് വരും. ആ പോഡ്കാസ്റ്റിൽ ഇതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി ഡീറ്റെയിൽസ് കൂടി പുതിയതായിട്ട് ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. ആ പോഡ്കാസ്റ്റിന് മുമ്പ് യഥാർത്ഥത്തിൽ ഈ ബഡ്ജറ്റ് കൂടി കേട്ടിട്ടൊന്ന് പോഡ്കാസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിരുന്നതാണ്. ആ പോഡ്കാസ്റ്റ് ഇറങ്ങണമെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം ആവശ്യമാണ്, നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. അങ്ങനെ നമ്മളെ പല രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന, ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ താഴെ ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ നമ്മുടെ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ കാരണം മറ്റൊരു പോഡ്കാസ്റ്റ് എടുക്കുക എന്ന് പറയുന്നത് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ആവശ്യമുള്ളത്. ആ പോഡ്കാസ്റ്റ് ഉടനെ തന്നെ പുറത്തു വരും. കേരളത്തിൽ ഇതുവരെ ആരും പറയാത്ത ഞെട്ടിക്കുന്ന കുറേ കാര്യങ്ങളാണ് എനിക്കതുവഴി പറയാനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ ബഡ്ജറ്റ് കൂടി അതിൻ്റെ ഒരു ഉദാഹരണമാണ് എന്നുള്ളത് പറഞ്ഞു നോക്കട്ടെ. ഈ ബഡ്ജറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത് 600 കിലോമീറ്റർ തീരദേശം, അതിൽ കൊച്ചി, വിഴിഞ്ഞം പോലെയുള്ള 2 ഇൻ്റർനാഷണൽ പോർട്ടുകൾ, 17 ചെറുകിട തുറമുഖങ്ങൾ, നദികൾ, റോഡ്, റെയിൽപാത, വിമാനത്താവളങ്ങൾ എന്നിവയെ ബന്ധിപ്പിച്ച് 2 വർഷത്തിനകം കേരളത്തെ ഒരു തുറമുഖ നഗരമാക്കി ലോക മാരിടൈം ഭൂപടത്തിൽ അടയാളപ്പെടുത്തുക എന്നുള്ളതിന് വേണ്ടിയിട്ട് മാത്രം 400 കോടി രൂപയിൽ 600 കിലോമീറ്ററിലടക്കം ആ കൊച്ചിൻ പോർട്ട് സിറ്റി 400 കോടി രൂപ ആദ്യഘട്ടത്തിൽ തന്നെ ഗവൺമെൻറ് മാറ്റിവെച്ചിട്ടുണ്ട്. ഈ ഗവൺമെൻറ് ഇത് മാറ്റിവെച്ചു എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്ന് ആലോചിക്കണം. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഗവൺമെൻറ് ഈ പറയുന്ന ആനകളുടെയും അതുപോലെ പുലികളുടെയും ഒക്കെ ആക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെടുന്നതിൽ നിന്ന് സംരക്ഷിക്കാനായിട്ട് ഭിത്തി കിട്ടുന്നതിനൊക്കെ വേണ്ടി 100 കോടി രൂപ മാറ്റിവെച്ചിരുന്നു. അത്തരത്തിലുള്ളൊന്നും മാറ്റിവെക്കാതെ യഥാർത്ഥത്തിൽ ഈ കേരളത്തെ പോർട്ട് സിറ്റിയാക്കാൻ, മിഷൻ സമുദ്രയാക്കാൻ വേണ്ടി മാറ്റിവെച്ചേക്കുന്നതിൻ്റെ പിന്നിലുള്ള കാര്യം ചില അദാനി ലിങ്കുകൾ ഉണ്ടാകാം എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ബഡ്ജറ്റ് യഥാർത്ഥത്തിൽ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇതാ പ്രൈവറ്റൈസ് ചെയ്യാൻ പോകുന്നുവെന്നാണ്. ഇത് കേരളത്തെ ഒരുപക്ഷെ വിറ്റെടുക്കാൻ പോകുന്ന ബഡ്ജറ്റിൻ്റെ തുടക്കമാണോ എന്ന് പറയുന്ന ആശങ്കയാണ് ഞാൻ ഉന്നയിക്കുന്നത്. ആശങ്കയിൽ ഈ പോർട്ട് സിറ്റി എന്നൊക്കെ പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും അദാനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കൂടി അതിനകത്ത് ഉണ്ടാകും എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം എന്നുള്ളത് ഏറ്റവും ആദ്യം. ഇനി ഇതിനു മുമ്പുള്ള UDF ഗവൺമെൻറ്റുകളൊക്കെ ഇത്തരത്തിലുള്ള ചില പരിശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. ആ പരിശ്രമങ്ങളിലൊന്ന് ടീകോം എന്ന് പറയുന്ന ഒരു കമ്പനി സ്മാർട്ട് സിറ്റി തുടങ്ങാൻ വേണ്ടി വന്നപ്പോൾ നമ്മുടെ ഇവിടെ നന്നായി പ്രവർത്തിക്കുന്ന ഇൻഫോ പാർക്ക് എന്ന് പറയുന്ന സ്ഥാപനം കോടിക്കണക്കിന് രൂപ സ്ഥലം കിട്ടുന്ന, സ്ഥലത്തിന് പോലും വില കിട്ടുന്ന ആ സ്ഥാപനം ഫ്രീ ആയി അവർക്ക് നൽകാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. ആ തീരുമാനിച്ചതിൻ്റെ പിന്നിൽ ചിലർക്ക് കിട്ടുന്ന കമ്മീഷൻ ആയിരിക്കും എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്കല്ലാതെ തന്നെ അറിയാം. അതേപോലെ തന്നെ അദാനിയുടെ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ടും ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ സ്ഥലം അവർക്ക് കൊടുക്കാനുള്ള പരിശ്രമങ്ങളൊക്കെ തന്നെ നടന്നിരുന്നു. ആ സ്ഥലം ബാങ്കിൽ പണയം വെച്ചുകൊണ്ട് ലോൺ എടുക്കാനായിട്ടൊക്കെ അദാനിക്ക് സൗകര്യം നൽകുന്ന രീതിയിലുള്ള ചില പ്രൊജക്റ്റുകളൊക്കെ നടന്നിരുന്നു. ആ പ്രൊജക്റ്റുകളുടെയൊക്കെ ഭാഗമായിട്ട് വേണം ഏറ്റവും ആദ്യമായിട്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള കേരളത്തെ പോർട്ട് സിറ്റിയാക്കാൻ മിഷൻ സമുദ്ര എന്ന് പറയുന്ന കാര്യം കൂടി കേൾക്കേണ്ടത്. കൂടാതെ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൻ്റെ 600 കിലോമീറ്റർ വരുന്ന തീരദേശം എന്ന് പറഞ്ഞാൽ ആ തീരദേശം ധാതു ലവണങ്ങളാലൊക്കെ തന്നെ സമ്പുഷ്ടമാണ് എന്നുള്ളത് കൂടി നിങ്ങൾ ആലോചിക്കണം. എന്ന് പറഞ്ഞാൽ ഖനനം ചെയ്തെടുത്താൽ കോടികൾ കിട്ടാവുന്ന തീരദേശങ്ങൾ കൂടിയാണ് കേരളത്തിൻ്റേത്. അത് മറ്റൊരു സ്ഥലത്തും ഇല്ലാത്തതിൻ്റെ ചില സൗകര്യങ്ങൾ കൂടി ഈ ബഡ്ജറ്റിൻ്റെ ചില പ്രഖ്യാപനങ്ങളിലുള്ള സൂചനകളിലുണ്ട് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. ഇതോടുകൂടി ചേർത്തുകൊണ്ടാണ് പ്രിയപ്പെട്ട VD സതീശൻ മുഖ്യമന്ത്രി പറയുന്നത്, ഞങ്ങൾ സ്വകാര്യ മേഖലക്ക് ഊന്നൽ കൊടുക്കാൻ പോകുന്നു, സ്വകാര്യ മേഖലയോട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ആലിംഗനം ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ ഇതുകൂടി ചേർത്തുകൊണ്ട് വേണം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കാൻ. ഇത് പദ്ധതികൾ കുറച്ചുകൂടി നടന്നു വരുമ്പോൾ ഇതിന് കുറേ കൂടി വ്യക്തത വരും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഇത് എൻ്റെ ആദ്യത്തെ സൂചനയായി നിങ്ങൾ എടുക്കണം. കൂടാതെ ഇതിൻ്റെ വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ നേരത്തെ പറഞ്ഞ പോഡ്കാസ്റ്റിൽ കൂടി ചെയ്യുന്നുണ്ടാകും എന്നുള്ളത് കൂടി പറഞ്ഞു നോക്കട്ടെ. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഭൂമിയുടെ അടുത്തത് സ്വകാര്യ നിക്ഷേപം ആകർഷിക്കാൻ ഇൻവെസ്റ്റ് കേരള എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ആ പ്രൊജക്റ്റിൻ്റെ ഭാഗമായി ഭൂമിയുടെ ലഭ്യതക്കുറവും ഉയർന്ന വിലയും വേതന നിരക്കും നടപടിക്രമങ്ങളിലെ കാലതാമസവും പരിഷ്കരിച്ച് കേരളത്തെ നിക്ഷേപ സൗഹൃദമാക്കാൻ ഡേറ്റ അധിഷ്ഠിത ഇൻവെസ്റ്റ് കേരളം സെൽ രൂപീകരിക്കുമെന്നാണ്.
നേരത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങളുമൊക്കെ ആയിട്ട് നിങ്ങളൊന്ന് ചേർത്ത് വെക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കൂടാതെ ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പൊതുമേഖലാ സ്ഥാപനങ്ങളിലടക്കം കേരളത്തിലെ ഗവൺമെൻറ് ഭൂമികൾ തരിശായി വെറുതെ കാട് പിടിച്ച് കിടക്കുന്ന ഭൂമികളുണ്ട്. ആ ഭൂമികൾ നമ്മൾ മറ്റു പലർക്കും കൊടുക്കാനായിട്ട് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വലിയ വരുമാനം ഉണ്ടാക്കാം എന്നുള്ളതാണ്. അതും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 99 കൊല്ലത്തേക്ക് അല്ലെങ്കിൽ അത്തരത്തിൽ പാട്ടത്തിന് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് മേടിക്കുന്നവർക്കും അതുപോലെ തന്നെ വിൽക്കുന്ന ഗവൺമെൻറ് നഷ്ടവും മേടിക്കുന്ന അവർക്ക് ലാഭവുമായിരിക്കും എന്നുള്ളത് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. കൂടാതെ അതിൻ്റെ ഭാഗമായി എത്രത്തോളം വരുന്ന കമ്മീഷൻ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുകൂടി നിങ്ങളൊന്ന് ആലോചിക്കണം. കൂടാതെ ഈ പറയുന്ന ഗവൺമെൻറ് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, വളരെ സൗജന്യമായി വളരെ കുറഞ്ഞ നിരക്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് കമ്മീഷൻ പറ്റിക്കൊണ്ട് ഈ പറയുന്ന കുത്തക കോർപ്പറേറ്റ് കമ്പനികൾക്ക് കിട്ടാനുള്ള വലിയ ഒരു നാന്ദി കൂടി ഈ ബഡ്ജറ്റ് എടുക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഒന്നാമതായി പറയാനുള്ളത്. കൂടാതെ ഇവർ പറഞ്ഞു വെക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അത് ഏതാണ്ട് 72,000 കോടി രൂപ നഷ്ടമാണെന്നും ആ നഷ്ടത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയൊക്കെ തന്നെ ഒരു പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ, പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനോടുകൂടി പുനരുജ്ജീവനം നടത്തും എന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ തവണ മന്ത്രിയായിട്ടുള്ള KM ഷാജിയും അത് പറഞ്ഞിരുന്നു, നമ്മളിപ്പോൾ സ്വകാര്യവൽക്കരണം നടത്തണം, ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളൊന്നും ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലെന്നാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ അങ്ങ് നഷ്ടത്തിലാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ആ നഷ്ടത്തിലായ സ്ഥാപനങ്ങളെ ഇങ്ങനെ തന്നെ നമ്മൾ തീറ്റിപ്പോറ്റുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പറയുന്ന പണം തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിലൊന്നും എനിക്കൊരു തർക്കമില്ല. പക്ഷെ തർക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കണ്ണായ സ്ഥലങ്ങൾ, അതായത് KSRTCയുടെ എറണാകുളം ഡിപ്പോ മുതൽ തമ്പാനൂരിലുള്ള ഡിപ്പോ മുതൽ അതിലുള്ള ബസ് സ്റ്റാൻഡുകൾ മുതൽ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ പലപ്പോഴും ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്ഥലങ്ങളടക്കം പ്രൈവറ്റ് മേഖലകൾക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഡീൽ എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം അത്തരത്തിലുള്ള കണ്ണായ സ്ഥലങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് ഈ പറയുന്ന പ്രൈവറ്റൈസ് ചെയ്യപ്പെടുമ്പോൾ ആ പ്രൈവറ്റുള്ള സ്ഥാപനങ്ങൾക്ക് കിട്ടുകയും ആ സ്ഥലമൊക്കെ തന്നെ പണയം വെച്ചാൽ അവർക്ക് വേണമെങ്കിൽ കോടികൾ കിട്ടുകയും 1 രൂപ പോലും ഇറക്കാതെ അവർക്ക് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഏറ്റെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയും അതിൻ്റെ പിന്നിൽ പല രാഷ്ട്രീയ നേതൃത്വത്തിനുമൊക്കെ വലിയ ലാഭങ്ങൾ ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ പണ്ടൊരു 10-15 കൊല്ലം മുമ്പ് തന്നെ എന്നോടൊരു പ്രമുഖനായിട്ടുള്ള നേതാവ് പറഞ്ഞിരുന്നു, എന്തിനാണ് എറണാകുളം ജില്ലയിലെ വിവിധ കണ്ണായ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ സ്കൂളുകളെല്ലാം വെച്ചേക്കുന്നത്, ആ സ്കൂളുകളൊക്കെ തന്നെ ഏതെങ്കിലും പ്രൈവറ്റ് പാർട്ടികൾക്ക് നമ്മൾ കൊടുത്താൽ അവരവിടെ വലിയ ഷോപ്പിംഗ് മാളുകൾ പണിയുകയും സ്കൂളുകൾ താഴെ നടത്താനുള്ള സൗകര്യം ഒരുക്കുകയും അതിൻ്റെ മുകളിലൊക്കെ തന്നെ വലിയ സൗകര്യപ്രദമായിട്ടുള്ള ബിൽഡിങ്ങുകൾ വരികയും അതിനൊക്കെ വലിയ റെൻറ്റ് കിട്ടുകയും ചെയ്യും ഗവൺമെൻറ്റിന് എന്നൊക്കെ അദ്ദേഹം സൂചിപ്പിച്ചേ ഞാൻ ഓർക്കുന്നു. എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യത്തിലും കച്ചവടം കാണുന്ന ഒരു മനസ്സുമായിട്ടാണ് ഈ ബഡ്ജറ്റ് യഥാർത്ഥത്തിൽ വിഭാവനം ചെയ്തത് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. അതിൻ്റെ പിന്നിൽ വളരെ കൃത്യമായിട്ടുള്ള സതീശനെ അവിടെ എത്താൻ സഹായിച്ചത് ആരാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള വളരെ കൃത്യമായിട്ടുള്ള ചില സൂചനകൾ കൂടി ഈ ബഡ്ജറ്റിലുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞു വെക്കട്ടെ. ആ ബഡ്ജറ്റ് ആകത്തുക പരിശോധിക്കുമ്പോൾ ഇത് കേരളത്തെ ഒന്നാകെ, കേരളം ഇതുവരെ നേടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളെയും ഒന്നാകെ തന്നെ വിസ്മരിച്ചുകൊണ്ട് നമ്മളൊരു വലിയ ലാർജറായിട്ടുള്ള പ്രൈവറ്റൈസേഷനിലേക്ക്, ഒരു പണ്ട് ഇന്ത്യ ഗവൺമെൻറ് നടത്തിയ പോലെ ഒരു ഗ്ലോബലൈസേഷനിലേക്കൊക്കെ പോകുന്നു എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം. അതിൽ 3 കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോകരുത്. ഞാൻ വീണ്ടും ഇതിനെ സംബന്ധിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോകളായി വരാം. ഒന്ന്, കേരളത്തിൻ്റെ പോർട്ട് സിറ്റി ആക്കാൻ പോകുന്നതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തേത്, വെറുതെ കിടക്കുന്ന, കളയൊക്കെ പിടിച്ച് കിടക്കുന്ന, കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലം ആർക്കെങ്കിലും നമ്മൾ പ്രയോജനത്തിന് കൊടുത്തോട്ടെ എന്ന് പറയുന്ന നിഷ്കളങ്കമായിട്ടുള്ളൊരു വാചകമാണ്. മൂന്നാമത്തേത് നിങ്ങൾ മറന്നു പോകരുത്, പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുന്നതിൻ്റെ ആദ്യ പടിയും നയവുമാണ് ഈ ബജറ്റ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ വന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്, സ്വകാര്യ മേഖലയെ ഞങ്ങളിങ്ങോട്ട് കൊണ്ടുവരും, ഞങ്ങൾ അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വികസനമാണ്. അങ്ങനെ വികസനം നടക്കുന്നതിന് നമ്മളൊന്നും എതിരല്ല. പക്ഷേ നമ്മുടെ പൊതുമേഖലയിലും ഗവൺമെൻറ് കീഴിലുമുള്ള സ്ഥലങ്ങൾ അത് വിട്ടുകൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ പൊതുമേഖലയിൽ എയർ ഇന്ത്യ ടാറ്റ ഏറ്റെടുത്തതുപോലെ അവരേറ്റെടുക്കുമ്പോൾ എന്തൊക്കെ അഡ്വാൻറ്റേജ് ആയിരിക്കും അവർക്ക് കൊടുക്കുക എന്നുള്ളത് കണ്ണിലൊണ്ണയൊഴിച്ച് നോക്കിയിരിക്കേണ്ടത് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളാണ് എന്നുള്ളത് മറന്നു പോകരുത്. അതല്ലെങ്കിൽ വലിയ തോതിലുള്ള ഒരു പ്രധാനപ്പെട്ട ശോഷണമായിരിക്കും കേരളത്തിന് സംഭവിക്കുക എന്നുള്ളത് ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞു വെക്കട്ടെ. പക്ഷേ പൊതുവെ പ്രചാരണങ്ങൾ കൊണ്ടൊരു പക്ഷേ ഇതിനെ മറികടക്കാൻ കഴിയുന്ന ശക്തിയും VD സതീശനും അതുപോലെ തന്നെ UDF ഗവൺമെൻറ്റിനുമുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ മറന്നു പോകരുത്.